ഹലോ, നമസ്കാരം. എൻ്റെ ഒരു ബേസിൽ നിന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ് വന്നത്. ഒരു അതിപ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ് വന്നത്. വേറൊന്നുമല്ല, നമ്മൾ യുദ്ധം ചെയ്യുന്നവരാണ്. പല പല യുദ്ധങ്ങൾ ചെയ്തിട്ടാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ, മെസോപ്പൊട്ടേമിയയിൽ എന്ത് സംഭവിച്ചു? ഉൾക്കാനിയിൽ എന്ത് സംഭവിച്ചു? എന്തിന് നമ്മുടെ കൊച്ചു കേരളമായ കൊച്ചിയിൽ എന്ത് സംഭവിച്ചു? ഇതൊക്കെ നമ്മൾ അറിയണം സുഹൃത്തുക്കളെ, അറിയണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കൊച്ചിയും മെസപ്പൊട്ടേമിയയും ഉൾക്കടലിലാണ് ഉണ്ടായത്. ഉൾക്കടലെന്ന് പറയുമ്പോൾ പലതരം മീനുകളുണ്ട്. സൈ ഫിഷ്, സീ ഫിഷ്, സോ ഫിഷ്. പക്ഷേ ഫിഷുകളുടെ കാര്യം പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. രാസാനിയിലെ ആ വലിയ ഹലുവയ്ക്ക് ഒരു പാട്ടിനുണ്ട്. അത് എന്തുവാ ഈ അലുവ എന്ന് പറഞ്ഞ പോലെ, ആ അലുവ എന്നൊരു ഇതിലൊരു കഴിവ് തെളിയിക്കുന്നൊരു വേദിയാണ് നമ്മുടെ രാഷ്ട്രീയ മേഖല. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള മേഖല വരുമ്പോൾ നമ്മൾ രാജസ്ഥാനിലേക്ക് പോകും. നിങ്ങൾ പോകണ്ട, ഞാൻ വെക്കോളാം രാജസ്ഥാനിലേക്ക്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ചിലവ് കൂടെ എനിക്ക് ചെറുക്കാൻ പോയാൽ എനിക്ക് എൻ്റെ ചിലവിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചിലവിൽ ഞാൻ രാജസ്ഥാനിൽ പോകും. എൻ്റെ സൗകര്യമാണ്, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ പോകും. അപ്പോൾ രാജസ്ഥാനിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, രാജസ്ഥാനിലെ ഔദ്യോഗിക ഗാനങ്ങൾ, ജനഗണമന അതിന്തായക ജയിക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഔദ്യോഗിക ഗാനത്തിൽ സാക്ഷിയാവാനാണ് ഞാൻ പോയെങ്കിലും എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു കാര്യം പറയുമ്പോൾ അപ്പോഴാണ് ഞാൻ കഞ്ഞിലേക്ക് വരുന്നത്. കഞ്ഞി എന്നത് ദേശീയ ഭക്ഷണമാണ്. അപ്പോൾ അവിടെയുള്ളൊരു സാധനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പഴം പൊങ്ങിയ പോലെ അവസ്ഥ നമുക്ക് വരുന്നത്. പഴം പൊങ്ങിയ അവസ്ഥ നമുക്ക് പലവിധം ഉണ്ടാകും. നമുക്ക് കക്കൂസുമ്പോൾ പഴം പൊങ്ങിയ അവസ്ഥ ഉണ്ടാകും, ബാത്റൂമുമ്പോൾ പഴം അവസ്ഥ, എന്തൊരു മൂലക്കൂര് വരുമ്പോൾ പോലും പഴം പൊങ്ങിയ അവസ്ഥ ഉണ്ടാവും. നിങ്ങൾക്കുണ്ടാവില്ല, എനിക്കുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പഴം പൊങ്ങിയ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പുട്ടിനെ കാത്തിരിക്കണം. പുട്ടും പഴത്തിൻ്റെ പാട്ടനെ ഉണ്ട്. പാലും പഴവും കൈകളിലേന്തി, കൈകളിലേന്തി. അപ്പം അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഏതൊരു കവി പറയുന്നത് നോക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ഇസ്രായേലിലേക്ക് പോകുന്നത്. ഇസ്രായേലിലാണ് നമ്മുടെ കാട്ടുവാസികളായ ജപ്പാൻ കുതിരയും കോവർക്കതിയും താമസിച്ചത്. അപ്പോൾ കോവർക്കതിയും അതേപോലെ ജപ്പാൻ കുതിരയും ഇങ്ങനെ താമസിച്ചു പോകുമ്പോൾ വന്യമൃഗങ്ങളെല്ലാവരും വന്നു. പക്ഷേ അവരാരും ശല്യം ചെയ്തില്ല. അപ്പോൾ കോവർക്കൈത ഒരു ദിവസം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ ചുറ്റും ആൾക്കാരുള്ളപ്പോഴാണ് സച്ചിൻ